നിങ്ങൾ സഖാവ് EMS പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഴീക്കോടൻ രാഘവനെ അഴിമതിക്കോടൻ എന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ AKGയെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗൗരിയമ്മയെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന 101 സമരേതിഹാസം സഖാവ് VS-നെയും മകനെയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൺമറഞ്ഞു പോയ സഖാവ് കോടിയേരിയുടെ കുടുംബത്തെ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. നിങ്ങളിപ്പോ സഖാവ് പിണറായിയുടെ ചോര കുടിക്കാൻ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ ഒരു സഖാവിനെ വേണ്ട, ഞങ്ങളുടെ ഒരു അരസഖാവിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണത്തിന്, നിങ്ങളുടെ ഭരണാധികാരി ഗർവിന് ഈ കേരളത്തിന്റെ ചരിത്രത്തിലായിട്ടില്ല. നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം 2025 ജനുവരി 1, 2, 3 തീയതികളിൽ ചരിത്രമിരമ്പിമറിയുന്ന ഈ താനൂരിൻ്റെ മണ്ണിൽ നടക്കുന്നതിന് മുന്നോടിയായുള്ള നിരവധിയായ അനുബന്ധ പരിപാടികളിലൊന്നായ നമുക്ക് മുമ്പേ നടന്നുപോയ പൂർവസൂരികളായ സഖാക്കളെ ആദരിക്കുന്ന ആവേശകരമായൊരു ചടങ്ങാണ് ഇവിടെ നടന്നത്. അനശ്വരനായ രക്തസാക്ഷി സഖാവിൻ്റെ ജീവിത സഖാവ് വനജ ചേച്ചി മുതൽ കോൺഗ്രസുകാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ആ മരണത്തിന്റെ മുഖത്ത് ചവിട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മധൈര്യം പ്രകടിപ്പിച്ച സഖാവ് ഉൾപ്പെടെ പോയ കാലത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാനും എതിർക്കാനും പരിശ്രമിച്ച എല്ലാ ശക്തികളോടും സധൈര്യം ഏറ്റുമുട്ടി നമ്മുടെ പാർട്ടിയുടെ വേര് ഈ നാടിന്റെ മണ്ണിൽ ആഴ്ത്തുന്നതിനു വേണ്ടി ത്യാഗസമ്പൂർണമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത 100 കണക്കിന് സഖാക്കളെയാണ് ഈ വേദിയിൽ ആദരിച്ചത്. പ്രിയപ്പെട്ടവരെ, പോയ കാലത്ത് ജാതിജന്മി നാടുവാഴിത്വത്തോട് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള വലതുപക്ഷ ആശയങ്ങളോട് ഏറ്റുമുട്ടാൻ വരും കാലങ്ങളിൽ ഈ നാടിന്റെ നാട്ടിടവഴികളിൽ അഭിമാനകരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് ഊർജം പകരാൻ നമുക്ക് മുമ്പേ നടന്നുപോയ സഖാക്കളുടെ ജീവിതാനുഭവങ്ങളെ ഏതൊരു മാറിയ കാലത്തും ഞങ്ങൾ മറക്കുകയില്ല എന്ന് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രഖ്യാപിച്ച വളരെ അഭിമാനകരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 93ാമത്തെ വയസ്സിലും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു പൊതുപ്രവർത്തകനും അഭിമാനത്തോടെ മാത്രം ഓർത്തെടുക്കാൻ കഴിയുന്ന സഖാവ് പാലുളിയാണ്. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളോളം ഈ വേദിയിൽ നിന്ന് നമ്മുടെ പൂർവസൂരികളായ സഖാക്കളെ ആദരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് ഈ സമ്മേളനത്തിന്റെ ഈ പരിപാടിയുടെ മുഖ്യ കേന്ദ്രമായി ഇവിടെ നിന്നത്. ഞാൻ വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ മണിക്കൂറുകളായി ആരംഭിച്ചൊരു പരിപാടി. ഇതിനുശേഷം ഇവിടെ സംഗീത ശില്പവും ഗാനമേളയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ടി അതിന്റെ ഉത്സവം കണക്കെയുള്ള സമ്മേളനങ്ങൾ നാടെമ്പാടും നടന്നു വരികയാണ്. ഇവിടെയെല്ലാം സൂചിപ്പിച്ചതുപോലെ മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രവർത്തന കാലയളവിൽ നമ്മുടെ പ്രസ്ഥാനം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തലനാരിഴകീറിയുള്ള പരിശോധന നടത്തുകയും വരാനിരിക്കുന്ന ഒരു പ്രവർത്തന കാലയളവിൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു മുന്നേറുക എന്ന കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനം ഈ നാടിനോട് നടത്തിയുമാണ് നമ്മുടെ സമ്മേളനങ്ങൾ ഓരോന്നും പൂർത്തീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ടി സമ്മേളനം ആരംഭിച്ച കാലം മുതൽ ഇപ്പോൾ ഈ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച സമയം മുതൽ നമ്മുടെ പ്രസ്ഥാനത്തിനെതിരായി, നമ്മുടെ സമ്മേളന നടപടിക്രമങ്ങൾക്കെതിരായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എല്ലാവരും ചേർന്ന് പലതരത്തിലുള്ള പ്രചരണങ്ങളും നടത്തുന്നതായി നമുക്കറിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പാർട്ടി, നമ്മുടെ പ്രസ്ഥാനം ലോകവീക്ഷണമുള്ള പ്രസ്ഥാനമാണ്. നമ്മുടെ പ്രസ്ഥാനം രൂപം കൊണ്ട കാലം മുതൽ മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, മനുഷ്യപക്ഷത്തു നിന്നുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊപ്പം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഓരോ മനുഷ്യനെയും ലോകത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയാണ്
നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. 24ാമത് പാർട്ടി കോൺഗ്രസ് ചേരുന്ന ഈ രാഷ്ട്രീയ കാലം നമുക്കറിയാം. ലോകത്ത് വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നമ്മുടെ ലോകത്തെ കൊണ്ടുപോകാൻ ധനമൂലധന ശക്തികൾ, സാമ്രാജ്യത്വം, ആയുധ കച്ചവടക്കാർ കോപ്പുകൂട്ടുന്ന ഒരു കാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഗാസയുടെ തെരുവിൽ മാത്രം കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ 57,000 നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ഈ നാട്ടിലെ യുദ്ധക്കൊതിയന്മാർ കൊന്നു തീർത്തതെന്ന് നമുക്കറിയും. അമ്മിഞ്ഞപ്പാലിന്റെ മണം വിട്ടുമാറാത്ത 17,000-ലധികം കുഞ്ഞുങ്ങളാണ് ഗാസയുടെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഇസ്രയേലിന്റെ യുദ്ധക്കൊതി മൂലം ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനൊരു മറുപുറം നമ്മൾ കാണുന്നുണ്ട്. ലോകത്ത് ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം പ്രിയപ്പെട്ടവരെ, അത് ബൊളീവിയയിലാണെങ്കിലും, അത് ബ്രസീലിലാണെങ്കിലും, അർജന്റീനയിലാണെങ്കിലും, പ്രിയപ്പെട്ടവരെ ബംഗ്ലാദേശിലാണെങ്കിലും, നമ്മുടെ ശ്രീലങ്കയിലാണെങ്കിലും ചുവന്ന വസന്തം വീണ്ടും ഈ ലോകത്ത് പൊട്ടിവിരിയുക തന്നെ ചെയ്യുമെന്ന് ലോകത്താകെയുള്ള മനുഷ്യപക്ഷ പോരാളികളുടെ ഹൃദയത്തിൽ ചുവന്ന ശോഭയായി ഈ ലോകത്തിന്റെ രാഷ്ട്രീയം വരച്ചിടുന്ന ഒരു സന്ദർഭത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് ഈ താനൂരിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് നമ്മൾ അറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോക കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ രാജ്യം, പ്രിയപ്പെട്ടവരെ, വളരെ വേഗതയിൽ ഈ നാട് പിറകോട്ട് നടക്കുകയാണ്. കഴിഞ്ഞൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയും. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ നമ്മളോടാകെ പറഞ്ഞു, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ നാടിന്റെ സമ്പന്നമായ സംസ്കാരത്തെ, ഈ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ, ഈ നാടിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ, ഈ നാടിന്റെ ഭരണഘടനയെ കയ്യിൽ പപ്പടം പൊടിക്കുന്നത് പോലെ ഞങ്ങൾ പൊടിച്ചു കളയുമെന്ന് അഹങ്കാരത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് ഫലം വന്നു. നമ്മളെല്ലാവരും കണ്ടു. കേവല ഭൂരിപക്ഷമില്ലാതെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടുകൂടി ഈ മുടിചൂടാ മന്നനെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷവും വർഗീയ ഫാസിസവും നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച നരേന്ദ്രമോദി, പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ കാലമായി ഇവിടെ നമ്മളിപ്പോ ആദരിച്ച നമ്മുടെ പൂർവ്വകാല സഖാക്കൾ ഉൾപ്പെടെ ഈ പ്രസ്ഥാനം കടന്നു വന്ന വഴികളിൽ, നാടിന്റെ ഇടവഴികളിൽ, നാലാളു കൂടുന്നിടത്ത് നമ്മുടെ സഖാക്കളുടെ നേരെ പതിറ്റാണ്ട് കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ പാർട്ടി എവിടെയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ടി എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം ഈ നാടിനോട്, നമ്മളോട് മറുപടി പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താനാകാതെ പ്രിയപ്പെട്ടവരെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെ ഈ രാജ്യം ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെയാണ് RSS കടന്നുപോയത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ നേരമെങ്കിലും ഈ നരേന്ദ്രമോദി വോട്ടിൽ പിറകിലാണെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നിടത്തേക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം പോയതെന്ന് അയോധ്യയുടെ മണ്ണിൽ പാതി പണി തീർത്ത് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടം അമ്പലം എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പദ്ധതിയായി ഉദ്ഘാടനം ചെയ്ത അയോധ്യയുടെ മണ്ണിൽ ഉൾപ്പെടെ എങ്ങനെയാണ് BJP തോറ്റുപോയത് എന്ന ഒരു ചോദ്യത്തിന്റെ അന്വേഷണം നടത്തിയാൽ നമുക്കുത്തരം കിട്ടും. ഈ ഇന്ത്യയിലെ ഇടതുപക്ഷം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെയാണുള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണം നമുക്കറിയാം. വർഗസമരം ശക്തിപ്പെട്ടിടത്തെല്ലാം വർഗീയത, പ്രിയപ്പെട്ടവരെ, അവിടെ ഒടിഞ്ഞു വീണത് നമ്മൾ കണ്ടു. അത് ഉത്തരേന്ത്യൻ മണ്ണിലാണ്. അവിടെ വർഗസമരം കനപ്പെട്ടത്. സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ ഭരണാധികാരികൾ, മാധ്യമങ്ങൾ, ഈ നാടിന്റെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും തിരിച്ചറിഞ്ഞു, ജീവിതമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ച് കെട്ടിയവളെയും കുട്ടികളെയും കുട്ടി ജനിച്ചു വീണ മണ്ണിൽ നിന്ന് അധികാര ഗർവിന്റെ സിംഹാസനങ്ങൾക്കെതിരായി ഇൻകുലാബിന്റെ ഇടിമുഴക്കം തീർത്ത് ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ നിന്ന് ഇരമ്പിയാർത്ത് കൃഷിക്കാരൻ സമരഭൂമിയിലേക്ക് വരാൻ അവർ കൂക്കും മുച്ചിരും പകർന്നത് അതിനും 1.5 വർഷം മുമ്പ് 200 കിലോമീറ്റർ
കിലോമീറ്റർ ദൂരം നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് രക്തപതാക ഉയർത്തി ആ നാട്ടിലെ കൃഷിവലന്മാർ, മണ്ണിന്റെ മക്കൾ, പ്രിയപ്പെട്ടവരെ, വിജയം പ്രഖ്യാപിച്ച് സമരം നടത്തിയപ്പോ ആ സമരത്തിന് ദിശാബോധം നൽകിയത് 200 കിലോമീറ്റർ ദൂരം കാലിന്റെ വെള്ളം വിണ്ടുപൊട്ടി ചോരയിറ്റ് വീഴുമ്പോഴും തകർന്നു വീഴാതെ വിജയമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ കൃഷിക്കാരന് സമരത്തിന്റെ വീരേതിഹാസം രചിക്കാൻ ഊക്കും മുശിരും പകർന്ന ആ കർഷക പ്രക്ഷോഭത്തിന് ഊടും പാവുന്ന ഇത് രാഷ്ട്രീയത്തിന്റെ നിറം ചോരച്ചുവപ്പാണ് ഇന്ത്യയുടെ രാഷ്ട്രീയമെന്ന് ഈ നാട് അറിയുന്നവർക്കെല്ലാം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം നമുക്കറിയും, സംഘപരിവാരത്തിനെതിരായി ഈ രാജ്യത്തൊരു പൊതു പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ, ഇന്ത്യ സഖ്യം എന്നൊരു രാഷ്ട്രീയ ധാരയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ കൃത്യമായ നിലപാട് സ്വീകരിച്ച് സംഘാടനം നടത്തിയത് ഇന്ത്യയിലെ CPIM ആണ്. അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മൺമറഞ്ഞു പോയ സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്ന് നമുക്കറിയാം. മൂന്നാമതൊരു കാരണമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ പണം കൊടുത്തു വാങ്ങാൻ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് ഇലക്ടറൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തി ഈ നാട്ടിലെ ഭരണാധികാരി വർഗം നിന്നപ്പോഴാണ് ഇന്ത്യയുടെ നിയമത്തിന്റെ പരമോന്നതമായ കോടതിയിൽ ഒരു കേസ് കൊടുത്ത് CPIM പറഞ്ഞു, ഇത് സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക അഴിമതിയാണ്, കോടതി ഇടപെടണം. പ്രിയപ്പെട്ടവരെ, കോടതി പറഞ്ഞു ഇലക്ടറൽ ബോണ്ട് റദ്ദു ചെയ്തു. ഇലക്ടറൽ ബോർഡിനെ റദ്ദു ചെയ്യിക്കാനുള്ള നിയമപരമായ പോരാട്ടം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM എന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ രാഷ്ട്രീയത്തിന്റെ ഗതിയെ തിരുത്തിയത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ 20-ൽ 19 ഇടതുപക്ഷം തോറ്റു. ഒരാളാണ് വിജയിച്ചത്. ആ വിജയിച്ച മനുഷ്യൻ ഇന്ത്യൻ പാർലമെന്റിൽ പോയി. അവിടെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് സഖാവ് K. രാധാകൃഷ്ണൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ ഒരു വാചകത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു വർക്കിംഗ് ക്ലാസ് എന്ന്. വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ 140 കോടി മനുഷ്യരിൽ മഹാഭൂരിപക്ഷം വരുന്നവർ സ്വന്തം അധ്വാനം വിറ്റ് ജീവിക്കാൻ ഈ നാടിന്റെ ഉൽപാദന പ്രക്രിയയിൽ ഇടപെടുന്നവൻ. അവന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ തൊഴിലാളി വർഗം എന്നൊരു പദം ഇന്ത്യൻ പാർലമെന്റിൽ ഉച്ചരിച്ചപ്പോ അശ്ലീലം കണക്കെ മറ്റു പാർലമെന്റ് അംഗങ്ങൾ നെറ്റിതുളിച്ചപ്പോ ഇന്ത്യയുടെ രാഷ്ട്രീയം അറിയുന്ന മനുഷ്യൻ മനസ്സിലാക്കി, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പാർലമെന്റിൽ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ജയിച്ചാലും വലതുപക്ഷത്ത് മറ്റേതൊരു പാർട്ടി ജയിച്ചാലും റോഡുണ്ടാകാം, എവിടെയെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാകാം, എന്തെങ്കിലും ഒരു വികസനം നടക്കാം. പ്രിയപ്പെട്ടവരെ, തൊഴിലാളികളെ കുറിച്ച് പറയാൻ, കർഷകരെ കുറിച്ച് പറയാൻ, അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ, ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയാൻ ഇടതുപക്ഷമല്ലാതെ CPIM അല്ലാതെ ഈ നാടിന്റെ രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രസ്ഥാനമില്ല. അതാണ് CPIMന്റെ പ്രാധാന്യം. നമ്മുടെ പാർട്ടിയുടെ സ്വാധീനവും നമ്മുടെ പാർട്ടിയുടെ പ്രാധാന്യവും രണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വാധീനത്തിൽ കുറവുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രാധാന്യത്തിന് ഒട്ടും കുറവില്ല എന്ന് നമുക്കറിയാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നരേന്ദ്രമോദി ഭരിക്കുന്നു. അവർക്ക് കഴിഞ്ഞ ഭരണത്തിൻ്റെതുപോലെ അംഗബലമില്ല. പക്ഷെ എങ്കിലും അവരവരുടെ നയങ്ങളിൽ നിന്ന് പിറകോട്ട് പോകും എന്ന് നമ്മൾ കരുതേണ്ടതുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ നാട് തിരിഞ്ഞു നടക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ സന്തോഷമുള്ള കൂടുതൽ ആളുകൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. അക്ഷരമെഴുതാനറിയാത്ത നിരക്ഷര കുട്ടികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യമാണ് ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ ഉടുതുണി അടിച്ച് ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു രാജ്യമായി ഇന്ത്യ മാറിപ്പോയത് എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ മറ്റൊരു പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഈ നാട് കേൾക്കുകയില്ല. ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ നാടിന് തിരിച്ചറിയാനാകും. നമ്മുടെ നാട്ടിൽ പൊതുമേഖല തകരുന്നു. നമ്മുടെ നാട്ടിൽ അഭ്യസ്ത വിദ്യരായ മനുഷ്യരിൽ 47% ആളുകൾ തൊഴിലില്ലാത്തവരായി ഈ നാടിന്റെ തെരുവിൽ അലയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഉൽപ്പന്നത്തിന് വില ലഭിക്കാതെ ലക്ഷക്കണക്കിന് കൃഷിക്കാരന്റെ ആത്മഹത്യാ ഭൂമിയായി ഈ നാട് മാറുന്നു.
നമ്മുടെ നാട് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നു. ആധുനിക ലോകത്ത് സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത ഏക രാജ്യമായി ഈ രാജ്യം അപമാനത്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. നമ്മുടെ നാടിന്റെ ആകെ സമ്പത്തിന്റെ 30% 100 ശതകോടീശ്വര കുടുംബങ്ങളുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടി സാമ്പത്തിക സമത്വത്തിന്റെ പറുദീസയായി ഈ രാജ്യം മാറുന്നു. ഇങ്ങനെയെല്ലാം മാറുമ്പോ അതിനോടൊന്നും പ്രതികരണമില്ലാതെ പ്രിയപ്പെട്ടവരെ ഈ നാടിനെ കൂടുതൽ കൂടുതൽ അപകടത്തിലാക്കുന്നതിനു വേണ്ടി രാജ്യം ഭരിക്കുന്നവർ തയ്യാറെടുക്കുമ്പോ ഇതിനെ എതിർക്കാൻ, ജനങ്ങളെ അണിനിരത്താൻ, അരുതെന്ന് പറയാൻ, ഞങ്ങൾ ജനാധിപത്യ ഇന്ത്യയോടൊപ്പമാണ് എന്ന് പറയാൻ ഇവിടെ ആരുണ്ട് എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചോദ്യം. ആ ചോദ്യത്തിന് എത്രയോ കാലമായി ഈ നാടിന്റെ തെരുവിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം CPIM ആണ്, ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാനാകും. നിങ്ങൾ നോക്കൂ, നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ CPIM-നെതിരായി, ഇടതുപക്ഷത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ്? CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം 1920 താഷ്കണ്ടിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഈ പ്രസ്ഥാനം ആക്രമിക്കപ്പെട്ടു തുടങ്ങിയതാണ്. 1907 ഇവിടെ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ലീഗിനെതിരായി ഈ രാജ്യത്തൊരു ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലൊരു അനീതിയും അക്രമവും ഈ നാടിന്റെ ചരിത്രത്തിൽ ചെയ്തതായി നമുക്ക് കാണാനാകില്ല. 1915 ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ജനസംഘത്തിനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം പ്രിയപ്പെട്ടവരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ അനീതിയോ കാണിച്ചതായി നമുക്ക് കാണാനാകില്ല. 1925 വിജയദശമി നാളിൽ ഈ രാജ്യത്ത് രൂപം കൊണ്ട RSSനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്തതായി ഈ നാടിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാകില്ല. നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ കാര്യം നോക്കൂ. ഞാനെല്ലാം വിശദീകരിക്കുകയല്ല. മീററ്റ് ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട്, കാൺപൂർ ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ടവരെ സേലം ജയിലിലെ വെടിവെപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. 49 സഖാക്കളെ ഒരുമിച്ച് കൂട്ടക്കുരുതി നടത്തിയത് ഈ നാട് മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസ്ഥാനം രൂപീകൃതമായി ഈ 2024 വരെ ഇന്ത്യയിലെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി നമ്മളല്ലാത്തവരെല്ലാം ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഏതൊരു കാര്യം നിങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റുതുലയ്ക്കാൻ പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുമ്പോ അരുതെന്ന് പറയാൻ ഇന്ത്യയുടെ തെരുവിൽ അചഞ്ചലമായി CPIM ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുമ്പോ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ തെരുവിൽ സദാ സമരസന്നദ്ധരായി ഈ പ്രസ്ഥാനമുണ്ട്. ഒരു നട്ടപ്പാതിരക്ക് ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിക്കുമ്പോ കാശ്മീരിനോട് ഐക്യപ്പെടാൻ താനൂരിലും തിരൂരിലും മഞ്ചേരിയിലും മലപ്പുറത്തും ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ സമരത്തോട് ഐക്യപ്പെടാൻ ഈ പ്രസ്ഥാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പൗരത്വത്തിന് മതം അടിസ്ഥാനമാണെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞപ്പോ ഈ നാടിന്റെ തെരുവിൽ പോരാട്ടത്തിന്റെ കുന്തമുനയുയർത്താൻ ഈ പ്രസ്ഥാനമുണ്ട്. ഈ നാട് അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ നാടിന്റെ തെരുവിൽ ഭരണാധികാരി വർഗത്തോട് ഏറ്റുമുട്ടാൻ, നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ, ജനപക്ഷ പോരാട്ടത്തിന് ദിശ പകരാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനം CPIM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കണം. അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കും. അതിൽ കോർപ്പറേറ്റ് മുതലാളിമാരുണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ നിരവധിയായ വർഗീയ പ്രസ്ഥാനങ്ങളുണ്ട്, മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലെ മാധ്യമ തമ്പുരാക്കന്മാരുണ്ട്. എല്ലാവരും ചേർന്ന് ഈ പ്രസ്ഥാനത്തിനെതിരായി ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള കാരണം CPIM-ന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ. ഇവിടെ ഇപ്പൊ നമ്മൾ 100 കണക്കിന് സഖാക്കളെ ആദരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത സംഭാവന എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ നിരവധി ഉണ്ടാകും. ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ നെറുകയിൽ ഈ കേരളം വരച്ചിട്ട വളരെ കൃത്യമായ അഭിമാനകരമായ ചില അടയാളപ്പെടുത്തലുണ്ട്. നിങ്ങൾ നോക്കൂ, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കേരളം ഉണ്ടായത്? ലോകത്തിന്റെ നെറുകയിൽ എല്ലാവർക്കും അക്ഷരമെഴുതാൻ അറിയുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും അഭിമാനകരമായ തൊഴിലെടുക്കാൻ കഴിയുന്ന, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങുന്ന,
പ്രിയപ്പെട്ടവരെ, ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ അടയാളപ്പെടുത്തിയ വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികളായ മനുഷ്യൻ ഇങ്ങനെ ഒന്നുപോലെ ജീവിച്ചു പോകുന്ന ഒരു നാടായി ഈ കേരളം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് എന്നൊരു ചോദ്യം ഈ നാടിനോട് നമുക്ക് നിരന്തരമായി ചോദിക്കാനാകണം. അങ്ങനെ ചോദിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും. പതിറ്റാണ്ട് കാലമായി ഞാനും നിങ്ങളും കേട്ട് പഴകി ദ്രവിച്ച ഒരു പഴമൊഴി നമുക്കോർമ്മയുണ്ട്. ഈ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ കേരളമാണ്. ആ കേരളം വേറെ കേരളമാണ്. അന്ന് കേരളമില്ല. ഇവിടെ പറഞ്ഞതുപോലെ മലബാറും തിരുകൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങളായി നിന്നൊരു ഭൂമിയാണത്. പ്രിയപ്പെട്ടവരെ, അവിടെ മാറുമറയ്ക്കാത്ത മനുഷ്യൻ, മുട്ടിനു താഴെ മുണ്ടെടുക്കാത്ത മനുഷ്യൻ, മുലയ്ക്ക് കരം കൊടുത്ത മനുഷ്യൻ, മീശയ്ക്ക് കരം പിരിച്ച മനുഷ്യൻ, മലയാളം പറയാത്ത മനുഷ്യൻ, ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ കയറാത്ത മനുഷ്യൻ, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാത്ത മനുഷ്യൻ, ആദ്യ രാത്രിയിൽ കെട്ടിയ പെണ്ണിനോടൊപ്പം അന്തി ഉറങ്ങാതെ പടിപ്പുരകളിൽ ജന്മിത്തമ്പുരാക്കന്മാർക്ക് സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ച് കണ്ണീരൊലിപ്പിച്ച് ഈ നാട്ടിലെ തൊലി കറുത്തവൻ, അസ്പൃശ്യൻ, അധകൃതനെന്ന് ഈ നാട്ടിലെ സവർണൻ ചാപ്പുകുത്തിയ മഹാപാവങ്ങളായ 10,000-കണക്കിന് മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ച ഒരു നാട് ഈ കേരളത്തിന്റെ പൂർവ്വകാലത്തുണ്ട്. ഏതെങ്കിലും ഒരു ഭേദപ്പെട്ട വീട്ടിൽ ഒരു സദ്യ നടക്കുമ്പോ ക്ഷണിക്കാതെ പോയി പുല്ലട്ടിയിലും പടിപ്പുറത്തും ഇങ്ങനെ കാത്തുനിന്ന്, പ്രിയപ്പെട്ടവരെ, അവിടത്തെ ഏതെങ്കിലും ഒരു കാരണവർ വിളിക്കുമ്പോൾ അവിടെ അകത്തു ചെന്ന് തോർത്തുമുണ്ട് വിരിച്ച് കീറിയ തോർത്തുമുണ്ടിൽ വള്ളിക്കൊട്ടയിൽ വിളമ്പിയ ചോറ് തലച്ചുമടായി ഏറ്റുവന്ന് വീട്ടിൽ വിശന്നിരിക്കുന്ന മനുഷ്യനെ തീറ്റിപ്പോറ്റിയ ഒരു ഘട്ടകാലം ഈ കേരളത്തിനുണ്ട്. 30 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ മലബാറിൽ എല്ലാ വീട്ടിലും, ഒരു 40 കൊല്ലം മുമ്പ് എല്ലാ വീട്ടിലും 3 നേരവും കൂട്ടാൻ കടുക് വറുത്തിട്ടില്ല. ഈ നാട്ടിലെ എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല. 40 കൊല്ലം മുമ്പ് വരെ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായി ഇങ്ങനെ രൂപാന്തരപ്പെടാൻ, പ്രിയപ്പെട്ടവരെ, ഒരു കൊതുക് കടിയുടെ വേദന പോലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വലതുപക്ഷത്ത് നിൽക്കുന്നവർ, സാമുദായിക മതപ്രസ്ഥാനങ്ങൾ, തീവ്രവാദികൾ, വർഗീയ ഫാസിസം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കേരളം ഉണ്ടായത്? അപ്പൊ 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം ഉണ്ടായി. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ മലയാളം പറയുന്ന മനുഷ്യർക്കാകെ ഒരു സംസ്ഥാനം എന്ന ആശയം ഈ രാജ്യത്ത് കേരളത്തിൽ രൂപീകരിക്കുന്നതിന് അതിനു മുമ്പ് ഒരു പുസ്തകം ഈ നാട്ടിൽ പ്രസിദ്ധീകരിച്ചതായി നാടിന്റെ ചരിത്രത്തിലുണ്ട്. അത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകമാണ്. അത് എഴുതിയത് സഖാവ് EMS ആണ്. അതിനെ തുടർന്ന് 56 നവംബർ 1 ഐക്യ കേരളം ഉണ്ടായി. അവിടെ നിന്നിങ്ങോട്ട് ഈ 2024 ഈ സമയം വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ആരംഭകാലം മുതൽ ഈ 2024 ഈ സമയം വരെ ഈ കേരളം കടന്നു വന്നൊരു വഴിയുണ്ട്. ആ വഴിക്ക് അനുസ്യൂതമായി മലയാളികൾക്ക് പ്രത്യയശാസ്ത്രത്തിന്റെ ഉൾക്കരുത്ത് നൽകി ഈ നാടിനെ മുന്നോട്ട് നയിച്ച പ്രസ്ഥാനം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നിങ്ങൾ നോക്കൂ, അതിൽ 57 ഗവൺമെന്റ് ആരംഭിച്ച ഭൂപരിഷ്കരണ നിയമമുണ്ട്. ഒരു വ്യക്തിക്കും കുടുംബത്തിനും കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ച വിപ്ലവകരമായ തീരുമാനമുണ്ട്. അധിക ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചതുണ്ട്. ഈ മിച്ചഭൂമി ഭൂരഹിതന് വിതരണം ചെയ്തതുണ്ട്. നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾക്ക് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പൊതുപള്ളിക്കൂടങ്ങൾ ഉയർന്നു വരാൻ കാരണമായ പൊതുവിദ്യാഭ്യാസ ബന്ധ ബില്ലുണ്ട്. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ സാക്ഷരതയുണ്ട്. 1980 ക്ഷേമ പദ്ധതിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 50% സ്ത്രീകൾക്ക് സംവരണം വന്നതുണ്ട്. ജനകീയാസൂത്രണ പദ്ധതിയുണ്ട്. ലോകത്തിനാകെ മാതൃകയായ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ ജനിച്ചതും വളർന്നതും പടർന്നു പന്തലിച്ചതും ഈ നാടിനു തണലായി നിന്ന ചരിത്രമുണ്ട്. ഇങ്ങനെയാണ് ഈ കേരളം ഇന്നു കാണുന്ന കേരളമായി ഇങ്ങനെ കടന്നു വന്നത്. അങ്ങനെ വന്നൊരു കേരളം എല്ലാം തികഞ്ഞ നാടായി എന്ന് നമുക്ക് അഭിപ്രായമില്ല. നമ്മുടെ നാട് നിരവധിയായ പ്രതിസന്ധികളെ ഈ വർത്തമാനകാലത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ചേർന്നപ്പോ ഈ നാടിനോട് ഈ പ്രസ്ഥാനം പറഞ്ഞു, നമ്മുടെ നാടിതാ വളരെ കൃത്യമായി ഈ ലോകത്തിന്റെ നെറുകയിൽ ഈ നാട് നിൽക്കുന്നുണ്ട്. വളർച്ചയുടെ പ്രത്യേകമായ പന്താവിൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വഴികൾ വെട്ടണം. ഇതുപോലെ ഇതുവരെ വന്ന വഴിയിലൂടെ ഈ നാടിന് മുന്നോട്ട് പോകാനാകില്ല. മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായി ഉപയോഗിക്കണം. ഈ നാടിന് മുന്നോട്ട് പോകണം. ഈ വർത്തമാനകാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. 50 കൊല്ലം മുമ്പുള്ള താനൂരല്ല ഇപ്പോഴുള്ള താനൂരെന്ന് നമുക്കറിയാം.
അന്നത്തെ മനുഷ്യന്റെ ജീവിതമല്ല ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം എന്ന് നമുക്കറിയും. നമ്മുടെ ജീവിതം മാറി, നമ്മുടെ കുടുംബഘടന മാറി, നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി, നമ്മുടെ തൊഴിലിടങ്ങൾ മാറി, നമ്മുടെ വരുമാനം മാറി, നമ്മുടെ ജീവിത ലക്ഷ്യം മാറി. ഇതിനെല്ലാം മാറുമ്പോ ഈ മാറ്റത്തിനനുസരിച്ച് ആളുകളെ, പ്രിയപ്പെട്ടവരെ, കൃത്യമായി ലക്ഷ്യബോധമുള്ള ഒരു തലമുറയാക്കി ഈ നാട്ടിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഈ വർത്തമാന കാലത്ത് കേരളം ആവശ്യപ്പെടുന്ന, കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവുകയില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് CPIM പറഞ്ഞു. കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ പുറത്ത്, നമ്മുടെ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുന്നു. വീടുകൾ, അകത്തളങ്ങളിൽ പ്രായം ചെന്ന മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ഈ കേരളത്തിൽ വർദ്ധിക്കുന്നു. അഭിസംബോധന ചെയ്യാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാനാകില്ല. നിങ്ങൾ നോക്കൂ, ഉള്ള കാലത്ത് വിറ്റുപെറുക്കി പണിയെടുത്ത്, നമുക്കറിയാം, മുണ്ടുമുറുക്കി കൊടുത്ത്, ഇങ്ങനെ അധ്വാനിച്ച് സ്വന്തം മക്കളെ തങ്ങളുടേതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ, നല്ല വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നാടിന് പുറത്തേക്ക് പറഞ്ഞയച്ച് അവർ തിരിച്ചു വരാതെ ഈ നാടിന്റെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നാട്ടിലെ രക്ഷിതാക്കളെ കാണാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിൽ മുന്നോട്ട് പോകാനാവുകയില്ല എന്ന് നമ്മുടെ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞപ്പോഴോ നമ്മൾ ചില കർമ്മ പദ്ധതി തയ്യാറാക്കി ഈ നാടിനോട് പറഞ്ഞു. ഈ 2024 എത്തി നിൽക്കുമ്പോ, 8 കൊല്ലക്കാലത്ത് തുടർച്ചയായ ഇടതുപക്ഷ ഭരണം ഇവിടെ എത്തി നിൽക്കുമ്പോ അഭിമാനത്തോടെ നമുക്ക് പറയാനാകും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനും ഇവിടെ തന്നെ തൊഴിലെടുക്കാനും സംരംഭക സൗഹൃദ നാടായി ഈ കേരളത്തെ മാറ്റാനും ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഈ നാട്ടിൽ മുന്നോട്ട് പോയി. നിങ്ങൾ നോക്കൂ, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു വയോജന നയം പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലാണ് എന്ന് നമ്മൾ കാണണം. നമുക്കറിയാം, നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ, പിഴവുകളെ പരിശോധിക്കാൻ 8 കൊല്ലമായി ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനം ഇപ്പോഴിതാ ഫലത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയുന്നു, ഇന്ത്യയിലെ 100 കോളേജുകൾ, മികച്ച കോളേജുകൾ എടുത്തപ്പോ അതിൽ 40 കോളേജും ഈ കേരളത്തിലാണ്. നമുക്കറിയാം, ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 15 സർവകലാശാലകൾ എടുത്തപ്പോ 4 സർവകലാശാലകൾ ഈ കേരളത്തിലാണ്. കൊച്ചിയിലെ സർവകലാശാലയിൽ, അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഈ ലോകത്തെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ ഈ കേരളത്തിലേക്ക് വരുന്ന അഭിമാനകരമായ കാഴ്ച നമ്മൾ കാണുന്നു. 2 ആഴ്ച മുമ്പാണ് 68 രാജ്യങ്ങളിൽ നിന്നായി 500 കുട്ടികൾ വലിയൊരു കപ്പലിൽ സഞ്ചരിക്കുന്ന സർവകലാശാലയായി കടന്നു വന്നപ്പോ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ഏക നാടായി ഈ ചെങ്കൊടി പാറുന്ന കേരളം ഈ നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി നിൽക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്ത് ഈ ഗവൺമെന്റും പാർട്ടിയും മുന്നോട്ട് പോകുന്നു. മറ്റൊരു പ്രശ്നം നിങ്ങൾ നോക്കൂ, നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുകിട ഭൂവുടമകളുടെ നാടാണ് ഈ കേരളം. 5ഉം 10ഉം സെന്റ് ഭൂമിക്ക് അവകാശികളായ, ജന്മാവകാശമുള്ള, സ്വന്തം പേരിൽ നികുതി രസീതിയുള്ള, കൈവശാവകാശമുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന നാടേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേരളം എന്നാണ്. നമ്മൾ തിരിച്ചറിയുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ 100 വീടെടുത്താൽ 90 പേരുടെയും സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ അവരുടെ കൈകളിലില്ല. ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുത്തിട്ടുണ്ട്. വായ്പ ഒരു കുറ്റമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, സംരംഭം ആരംഭിക്കാൻ വായ്പ എടുക്കുന്നതിൽ തെറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദുഃഖകരമായ ഒരു സത്യം നമുക്ക് പറയാതെ, ഈ നാടിനെ ഓർമ്മപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. കേരളത്തിലെ വ്യക്തിഗത വായ്പകളുടെ 80% ആർഭാട ജീവിതത്തിനും ആർഭാട വിഭാഗത്തിനും വേണ്ടി ഈ നാട്ടിലെ ആളുകൾ ഇങ്ങനെ വഴിവിട്ടു പോകുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിക്കല്ലാതെ ഈ നാട്ടിൽ ഇത് പറയാനാകില്ല. ഉള്ള കിടപ്പാടം വിറ്റും പണയം വെച്ചും മക്കളെ കെട്ടിക്കാൻ സ്വർണത്തിന്റെ അളവ് കൂടുന്തോറും കിടപ്പറയിൽ നല്ല വിഷമുള്ള മൂർഖൻ പാമ്പുകളാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ രക്ഷിതാക്കളോട് നമ്മളല്ലാതെ ആരാണ് പറയുക? പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കാനാകണം. വിവാഹപ്രായമെത്തുമ്പോ സ്വന്തം രക്ഷിതാക്കളോട് പുതിയ തലമുറ പറയണം, അമ്മയോട് അച്ഛനോട് അവരെ വിളിച്ചു പറയണം, ഞങ്ങളെ കെട്ടിക്കാൻ ഈ നാട്ടിൽ നമ്മുടെ വീടും കിടപ്പാടവും വിറ്റും പണയം വെച്ചും പണം കണ്ടെത്തരുത്. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, തൊഴിലെടുക്കാനുള്ള സാഹചര്യം വേണം, ഒരു തരി പൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പുതിയ തലമുറ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ സഖാവ് EMS-ഉം കൃഷ്ണപിള്ളയും AKG-യും മൊയാരത്ത് ശങ്കരനും സഖാവ് കുഞ്ഞാലിയും അഴീക്കോടൻ രാഘവനും
ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ഉഴുതുമറിച്ചുണ്ടാക്കിയ ലോകത്തിന് ബദലായ കേരള മോഡൽ ഉണ്ടല്ലോ, ആ മോഡൽ തകർന്നു പോകുമെന്ന ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കൺതുറക്കാനാകണം. അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ ഇരുണ്ട കോട്ടകളെ പൊളിച്ചെറിഞ്ഞാണ് ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത്. നിങ്ങൾ നോക്കൂ, പൂണോലും കുടുമയും പൊട്ടിച്ചെറിഞ്ഞ് സാധാരണക്കാരന്റെ ചേരിയിലേക്ക് കാലിൽ ചെരുപ്പ് ധരിക്കാതെ പോയ സഖാവി EMS നാടാണിത്. VT ഭട്ടതിരിപ്പാടിന്റെ, MRPയുടെ, ICPയുടെ, വക്കം മൗലവിയുടെ, ചാവറയച്ചന്റെ, കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന പോരാളികളുടെ ഉഴുതുമറിച്ച നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ വ്യഭിചാരികളുടെ, കച്ചവടക്കാരുടെ മുന്നിൽ കൈകൂപ്പി ഈ നാടിന്റെ രാഷ്ട്രീയ നേതൃത്വം നിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം നമ്മളല്ലാതെ ഈ നാടിനോട് ആര് പറയും? നമുക്കല്ലാതെ ഇത് പറയാനാകില്ല. 13ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങുന്ന കുട്ടികളുടെ നാടായി ഈ കേരളം മാറുമ്പോ ഈ നാടിനെ നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കല്ലാതെ ഏത് പ്രസ്ഥാനത്തിന് കഴിയും? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളെ ഈ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം അഭിസംബോധന ചെയ്താണ്, ഇതിനെയെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ, ഒരു നവകേരളം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിൽ പരിശ്രമിക്കുന്നത്.